ബിഗ് ബോസ് വീട് ഭരിക്കാൻ പോകുന്നത് രണ്ട് സ്വേച്ഛാധിപതികളാണ്. അതെ, അപ്പം ക്യാപ്റ്റനായ അപ്പാലിക്ക് ഒരു റോളും ഇല്ലേ? ഡമ്മി ക്യാപ്റ്റനാണോ? അപ്പം ഈ ടാസ്കിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. 6 പേരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനകത്ത് ഗെയിം കളി നടന്നിട്ടുണ്ടല്ലേ? അല്ലേ, അവിടെ ഒരു ഗ്രൂപ്പ് കളി നടന്നിട്ടുണ്ട്. അവർക്ക് തോന്നിയ പോലെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് അവർ ഈ 6 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലേ, അങ്ങനെയാണോ? നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരെ ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ലേ? അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നോ? അനീഷ് അവിടെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എടുത്തിട്ടില്ല, ഒരു വോട്ടും കിട്ടിയിട്ടില്ലെന്ന്. എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം വേറെ സംഭവങ്ങൾക്ക് മുന്നേ ആദ്യം തന്നെ ടാസ്കിലേക്ക് പോവാം. ബിഗ് ബോസ് വീട്ടിൽ അവിടെ വെറുതെ ഇരിക്കുമ്പം അവരുടെ TV സ്ക്രീനിൽ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു. TV ഓണായി. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം പോയി അവിടെ ഇരുന്നു ലീവിങ് ഏരിയയിൽ. പിന്നെ എണീറ്റ് പോയി. പിന്നെ ബിഗ് ബോസ് ഷാനവാസിനെ വിളിപ്പിച്ചിട്ട് അവരുടെ ടാസ്ക് ലെറ്റർ വായിക്കുകയാണ്. 2 സ്വേച്ഛാധിപതികളുടെ കീഴിലാവാൻ പോവുകയാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്. വരാൻ പോകുന്ന ടാസ്കുകളിലൂടെ നിങ്ങൾ 2 പേരെ തിരഞ്ഞെടുക്കും. ഈ സ്വേച്ഛാധിപതി ഈ വീട് മുഴുവൻ അവരുടെ ഭരണത്തിലായിരിക്കും. വീട് മാത്രമല്ല, ചില ആൾക്കാരെ വരെ അവർ നിയന്ത്രിക്കും. പണിപ്പുര വരെ അവരുടെ അണ്ടറിലായിരിക്കും. സർവാധികാരികളായിരിക്കും അവർ. യുക്തിപരമായി കളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ വേണം ഇത് കളിപ്പിക്കാൻ, എന്നാലേ നല്ല രസം ഉണ്ടായിരിക്കുള്ളൂ. ഓപ്പോസിറ്റും കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ വേണം, ഇപ്പുറത്തും കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ വേണം. നല്ല സൂപ്പർ ആയിരിക്കും ഈ ഗെയിം. ഇത് കളിക്കാൻ അറിയുന്ന ആളുടെ കയ്യിൽ കിട്ടിയാലേ ഇത് ഭംഗിയായിട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും ഈ ടാസ്ക്. കളിക്കാനും ധൈര്യമുള്ള ആൾക്കാർക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. ചെയ്യുന്നതായിരിക്കും നല്ലത്. തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്, വിധേയരാവേണ്ടവരല്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തിരഞ്ഞെടുക്കണം, അല്ലാതെ വിധേയരാവേണ്ട. അല്ലെങ്കിൽ ഇനി അവൻ പൊക്കോട്ട്, അയാൾ പൊക്കോട്ട്, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി അയാളെ അങ്ങ് എടുത്തേക്കാം എന്നുള്ള രീതിയിൽ ആവരുത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. അപ്പം 2 പേർ 3 മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആദ്യ ഘട്ടമാണ് ഇപ്പം കഴിഞ്ഞത്. ഗാർഡൻ ഏരിയയിൽ 15 കാൽപ്പാടുകളുണ്ട്. ക്യാപ്റ്റൻ ഒഴികെ 15 പേര് അവിടെ നിറഞ്ഞിരിക്കും. അപ്പം ക്യാപ്റ്റൻ എന്തിന്? ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഈ ആഴ്ച വെറും ഡമ്മിയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്യാപ്റ്റൻ ഒരു റോളും ഇല്ല, ഒരു റോളും ക്യാപ്റ്റൻ ഇല്ല. അപ്പാനിക്ക് ഒരു റോളും ഇല്ല. അതാണ് അവർ വീട് പോലും ഡിവൈഡ് ചെയ്യാത്തത്. എനിക്ക് തോന്നുന്നു ആരാണ് കിച്ചൺ ടീം ഒന്നും ഡിവൈഡ് ചെയ്യാതിരിക്കുന്നത്. ക്യാപ്റ്റന് ഒരു റോളും ഇല്ല. എല്ലാം സ്വേച്ഛാധിപതികളായിരിക്കും ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിന് മുന്നേ അവർ ഡിവൈഡ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ടീം ഡിവൈഡ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇതുവരെ ഡിവൈഡ് ചെയ്തിട്ടില്ല. ക്യാപ്റ്റന് അധികാരം കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഈ ടാസ്ക് കളിക്കാൻ വേണ്ടി മാത്രം ക്യാപ്റ്റനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു ഡമ്മി ക്യാപ്റ്റൻ ആവാനാണ് ചാൻസ്. കാര്യം വീട് മൊത്തം സ്വച്ഛാധിപതിയാവുക, പിന്നെ എന്ത് ക്യാപ്റ്റൻ? അത്രേ ഉള്ളൂ. ഗാർഡൻ ഏരിയയിൽ 15 കാൽപ്പാടുകൾ, ബാക്കി ഒരു സ്ഥലത്ത് ക്യാപ്റ്റൻ നിൽക്കണം. ഈ 15 പേര് അവിടെ നിരന്ന് നിൽക്കണം. 6 പേരെ തിരഞ്ഞെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ സ്വേച്ഛാധിപതി ആവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കുറച്ച് പേര് കൈവക്കണം. അവരോട് ഒരു ചോദ്യം ചോദിക്കും. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കണം. ചോദ്യത്തിനും ഉത്തരത്തിനും കൂടി 3 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം തന്നെ വന്നിങ്ങനെ ജിസേൽ ആദ്യമേ തന്നെ ക്യാപ്റ്റനെ സ്വാധീനിക്കാൻ നോക്കുന്നത്. എനിക്ക് ആദ്യം ആവണം സ്വേച്ഛാധിപതി എന്നൊക്കെ പറയുന്നുണ്ട്. ഗാർഡൻ ഏരിയയിൽ എല്ലാവരും നേരെ നിൽക്കുന്നത്. ആര്യനാണ് ആദ്യം കയറി നിൽക്കുന്നത് ക്യാപ്റ്റനായിട്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ആര്യനല്ല. അങ്ങനെ ആദ്യം തന്നെ അനീഷാണ് വരുന്നത്. എപ്പോഴും അനീഷാണ് ആദ്യം കയറി വരുന്നത്. നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒരു നല്ലതുമാണ്. ചില സമയത്ത് ഈ ആദ്യം കയറി വരുന്നത് പണിയും കിട്ടും. മനസ്സിലായില്ലേ? പണിയും കിട്ടും. ഇന്നൊരു പണി കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അനീഷിന്. കാര്യം ആദ്യം തന്നെ അനീഷ് വന്ന് നിൽക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു കേട്ടോ. കാര്യം ഇവിടെ ശരത്ത് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയാം അനീഷിനോട്? ബിഗ് ബോസ് വീട്ടിലെ 12ാമത്തെ നിയമം എന്താ? അത് നമുക്ക് ചോദിക്കാം. ഒരിക്കലും അവന് ഉത്തരം പറയാൻ പറ്റില്ല. ബാക്കി എന്ത് വെച്ചാലും അവന് ഉത്തരം പറയും എന്നുള്ള. അപ്പോൾ അത് അനീഷിന് കിട്ടിയൊരു നേട്ടമാണ്. അങ്ങനെ ചോദ്യം അനീഷ് ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളില്ല. പുള്ളിക്കാരൻ എല്ലാത്തിനും ഉത്തരം പറയും. ഈ ലോകത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ വെച്ചാലും പുള്ളിക്കാരൻ എല്ലാത്തിനും ഉത്തരം പറയും കേട്ടോ. അപ്പോൾ എന്തായാലും 1 മിനിറ്റ് കഴിഞ്ഞു. വൈകിട്ടാണ് അനീഷിനോട് ചോദിക്കുന്നത്. അനീഷിനോട് മാത്രമല്ല പലരോടും ചോദിക്കാൻ വൈകിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒനിയിലാണ് ചോദിക്കുന്നത്. ചക്ക വീണ് മുയൽ ചത്തതുപോലെയാണ് നിങ്ങൾ ക്യാപ്റ്റൻ ആയത്. ഒരു പണിയും എടുത്തിട്ടില്ല. സെൽഫ് ലവ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എങ്ങനെ നിങ്ങളൊരു ടോർച്ചർ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ സെൽഫ് ലവിൽ വിശ്വസിക്കുന്നു. ഇത്രയും പേരെ എതിരാക്കാൻ പറ്റിയാൽ ഞാൻ തന്നെയാണ്, അടിച്ചമർത്താൻ പറ്റിയാൽ എനിക്ക് എൻ്റെ വിജയം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ആരെയും പണി ചെയ്യിക്കാതെ തന്നെ അവരെയൊക്കെ എൻ്റെ പുറകെ ഞാൻ കൊണ്ടുവന്നു. അതാണ് എൻ്റെ കഴിവ്. സോ അത് ആപ്റ്റുള്ള ഉത്തരം തന്നെയായിരുന്നു, നല്ല ഉത്തരം തന്നെയായിരുന്നു. പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ചെയ്തിട്ടും വെറുതെ പറയുമ്പോഴാണ് നമുക്കത് ബോറായിട്ട് തോന്നുന്നത്. ഇത് ഉത്തരം പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ 6 പേരിൽ വരേണ്ട ഒരാളായിരുന്നു അനീഷ് എന്ന് എനിക്ക് തോന്നി കേട്ടോ. അത് കഴിഞ്ഞ് നിവീൻ. ഈ BBയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സാധനം നിവീനാണ് മോട്ടിച്ചിട്ടുള്ളത്. നമ്മൾ പട്ടിണിക്കിടില്ലേ എന്ന് ചോദിക്കുന്നു. നല്ല ഉത്തരം കൊടുക്കുന്നുണ്ട്. ലളിതമായി തന്നെ ഞാൻ ആ ചോദ്യത്തിനെ കാണുന്നു. ഇതുവരെ നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ.
മോട്ടിച്ചോ? ഞാൻ മോട്ടിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ മോട്ടിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ശരീരം നോക്കും, ബിക്കോസ് ഞാനൊരു ഫാഷൻ കോറിയോഗ്രാഫറാണ്. ചിലപ്പോൾ ജയിലിൽ പോകും, ഞാൻ ജയിലിൽ പോയല്ലോ. നിങ്ങളൊക്കെ ചൊട്ടിച്ചൊളിഞ്ഞിരിക്കുന്നു, ഞാൻ എന്താ കറക്റ്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഓക്കെ, എൻ്റെ പങ്ക് തന്നിട്ടല്ലേ എൻ്റെ പങ്ക് നിങ്ങൾ എനിക്ക് തന്നു, ഞാൻ നിങ്ങളുടെ പങ്ക് ഞാൻ എടുത്തിട്ടൊന്നുമില്ലല്ലോ. ഞാൻ മോട്ടിച്ച് കഴിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ മോട്ടിച്ച് കഴിക്കാം. നിയമലംഘനം ഞാൻ കഴിഞ്ഞ വീക്കിലൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് നല്ലൊരു മറുപടി തന്നെയാണ് കൊടുത്തേക്കുന്നത്. നിവീൻ്റെതും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നി. ചോദ്യത്തിനുള്ള ഉത്തരം കൊടുത്തു കേട്ടോ. ജിസേൽ, കള്ളത്തരം കാണിക്കുന്ന ജിസേലിന്റെ സ്ട്രാറ്റജി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ സ്ട്രാറ്റജി ആവാം, ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. സ്വച്ഛാധിപതി എന്ന് പറഞ്ഞാൽ റൂൾ ബ്രേക്ക് അല്ല, റൂൾസ് ഉണ്ടാക്കുന്നതാണ്. പോയിന്റ്. ഞാൻ ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാനത് ഇഗ്നോർ ചെയ്ത് കളയാണ്. കള്ളത്തരമൊക്കെ ചെറിയ സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, ഇവിടെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. ഞാനൊരു സ്വച്ഛാധിപതിയായി ഞാൻ നിങ്ങളുടെ പ്ലേസ് കാണിച്ചു തരും. കള്ളത്തരമാണോ നിങ്ങളുടെ സ്ട്രാറ്റജി ചോദിക്കുന്നത്? എൻ്റെ ഗെയിം റിവീൽ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, എൻ്റെ ഗെയിം ഞാൻ എന്തിനു റിവീൽ ചെയ്യണം? നല്ല ഉത്തരവായിരുന്നു, നന്നായിട്ട് നിന്നു. അത് കഴിഞ്ഞ് രേണു 3 ആഴ്ചയിൽ ഒരുപാട് കരയുന്നത് നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതാണോ കരച്ചിലാണോ നിങ്ങളുടെ ഗെയിം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കരഞ്ഞു, അതെൻ്റെ ഗെയിമൊന്നുമല്ല, എനിക്ക് മനസ്സെന്ന് വന്നാൽ എൻ്റെ മക്കളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, പുള്ളിക്കാരി അത് വളരെ സത്യസന്ധമായി തന്നെ പറഞ്ഞു. ഞാൻ സ്വച്ഛാധിപതിയായാൽ ചിലപ്പം എനിക്ക് വരുതിയിൽ വെക്കാൻ പറ്റത്തുണ്ടാവത്തില്ല. അവിടെ പോയി അപ്പോൾ വിശ്വാസമില്ല അല്ല എനിക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ, അവിടെ പോയി. രേണു അവിടെ പോയി, പക്ഷേ രേണുവിന് നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രേണു അവിടെ പോയി, രണ്ടും ഉത്തരം അവിടെ ബ്രേക്കായി. അക്ബറിനോട് ചോദ്യം റെലവൻ്റ് ആയിരുന്നില്ല കേട്ടോ. അക്ബർ യഥാർത്ഥത്തിൽ പേടിത്തോണ്ടനാണോ അതാണോ ഉമ്മ വന്നപ്പോൾ കരഞ്ഞത്? അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. സ്വച്ഛാധിപതി കരയുന്നത് എന്ത് കുഴപ്പമുണ്ടോ? എൻ്റെ ഉമ്മയല്ലേ വന്നത്, അത് ഞാൻ കരയും. ഉമ്മയോട് നമുക്ക് കരയാം. ചോദ്യം ശരിയായില്ല, റെലവൻ്റ് അല്ല. ഒരുപാട് പേര് വാലും പിടിച്ച് ഞാൻ പോയിട്ടില്ല. എൻ്റെ ഗെയിമാണിത്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യും. നല്ല ഉത്തരം. ഒനീലിൻ്റെ ഉത്തരവും എനിക്കിഷ്ടപ്പെട്ടു. സ്ത്രീകൾക്ക് യാതൊരു റെസ്പെക്റ്റും തരുന്നില്ല, നിങ്ങൾ സ്ത്രീകളെ എങ്ങനെ സംരക്ഷിക്കും? ഇത് ഞാൻ 8ന്റെ പണിയാണ് തരാൻ പോകുന്നത്. ഒനീൽ ഉത്തരം പറയാണ്. ഞാൻ തരാൻ പോകുന്നത്, എനിക്ക് 8ന്റെ പണി തന്നിട്ടുണ്ട് ബിഗ് ബോസ്. ഞാൻ അതിന് ജയിലിൽ പോയി കിടന്നിട്ടുമുണ്ട്. ഒരു പെണ്ണിന് വേണ്ടി സംസാരിച്ചിട്ടാണ് ഞാൻ ജയിലിൽ പോയി കിടന്നത്, എനിക്ക് കിട്ടിയത്. സോ എനിക്ക് 8ന്റെ പണി ബിഗ് ബോസ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് 8ന്റെ പണി തരാൻ അറിയാം. ഞാൻ എന്തൊക്കെ പണിഷ്മെന്റ് കൊടുക്കും എന്നുള്ളത് കണ്ടോളൂ. തുല്യമായി തന്നെ പങ്കിടും. സോഷ്യലിസമാണ്, ഫാസിസം അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്ത്രീകൾ സംരക്ഷിതരാവുകയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്, ശൈത്യനെ അപമാനിക്കാൻ ശ്രമിച്ചത് കൊണ്ട് വോയിസ് ഉയർത്തിയിട്ടാണ് എനിക്ക് പറ്റിയതെന്നാണ് ഒനിൽ പറയുന്നത്. കുഴപ്പമില്ല, ഉത്തരം കൊള്ളാം. റന, ബിഗ് ബോസ് വീടിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പോടീന്ന് വിളിക്കുക. നീ തിരിച്ച് പോടാന്ന് വിളിക്കുന്നതിന് പകരം എന്തിന് വീട്ടിലുള്ളവരെ വിളിക്കുന്നു? സോ അവിടെ എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്താൽ ഞാനും തിരിച്ച് അങ്ങോട്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്യും. ഞാൻ ആരെയും വീട്ടിലുള്ളവരെ വിളിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. വീട്ടിലുള്ളവർ വിളിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. സോ ആദ്യം ഡിനേ ചെയ്യുന്നുണ്ട്. പിന്നെ നിയമം തെറ്റിക്കാൻ ശക്തമായി പ്രതികരിക്കും എന്ന് പറയുന്നു. ഞാൻ ആരെയും അടിച്ചമർത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല, ജനാധിപത്യം അല്ല ഇത്, ഡിക്റ്റേറ്റർഷിപ്പാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. അടിച്ചമർത്താനാണ് പറയുന്നത്, ജനാധിപത്യം ചെയ്യാനല്ല പറയുന്നത്. സോ അവിടെ റെനയ്ക്കൊന്ന് പിഴച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. താങ്കൾക്ക് പറ്റുന്നത് കൗൺസിലറിന്റെ ജോലിയാണ്, സേഫ് ഗെയിം കളിച്ചാലേ നിൽക്കുന്നതെന്നാണ് ചോദ്യം. സോ പറയാണ്, ഒരു സ്ത്രീക്ക് സംഭവിച്ചപ്പോൾ ഞാനാണ് പ്രതികരിച്ചത്, ഞാനെന്ന സ്വച്ഛാധിപതി, അപ്പം ഞാൻ എന്തായാലും എല്ലാവരുടെ ഇഷ്യൂ സോൾവ് ചെയ്ത് നിൽക്കും എന്നാണ് പറയുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ, പക്ഷെ അഭിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ആ വീട് ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ ഞാൻ അഭിയെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അഭിയുടെ പെർഫോമൻസ് എനിക്ക് വലിയ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എന്ന രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തന്നില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ആര്യൻ, നിലപാടില്ല, 7-8 നിലപാടുണ്ട്. നിങ്ങൾ ലാലേട്ടനെ വരെ പുച്ഛിച്ചു. അപ്പോൾ ആര്യൻ യെസ് എന്തുവാടേ, ഒന്നാമത് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെയും വെറുപ്പിക്കരുത്. ആര്യൻ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്ന അവിടെ കിടന്നിട്ട്. ഓക്കെ, ലാലേട്ടനെ വരെ പുച്ഛിച്ചു. അപ്പോൾ അവിടെ നിന്നുണ്ട് യെസ്. ഓക്കെ, എന്താണ് ഫിസിക്കൽ ടാസ്ക് മാത്രമല്ലേ നിങ്ങളെ ഇവിടുത്തെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഇവിടുത്തെ നിങ്ങളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ആര്യം പറയുന്നുണ്ട്, വാട്ട് ഈസ് നാർസിസം, ഞാൻ അതല്ല. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളെ തന്നെ ഞാൻ ഡിബേറ്റിൽ തോൽപ്പിച്ചു, അതാണ് എൻ്റെ ഉത്തരമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ശൈത്യ, ഇത്രയും ദിവസമായി ശൈത്യയുടെ ചോദ്യം അനുമോളെ വെച്ചിട്ടാണ്. ശൈത്യ ആ ചോദ്യത്തിന് ഡിഫെൻഡ് ചെയ്തിരുന്നു. എങ്ങനെ ഡിക്റ്റേറ്റർഷിപ്പ് ആവാം എന്നുള്ള ചോദ്യവും ഉത്തരവൊന്നും തന്നിട്ടില്ല. ആ ചോദ്യത്തിലും ഇല്ല, ഉത്തരത്തിലും ഇല്ല. അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കുന്നത്, അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അനുമോളെ ഞാൻ ചോദ്യം ചെയ്തു, അനുമോളെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ഞാൻ എല്ലാത്തിലും ഞാൻ ഇടപെടും, അനുമോളുടെ തെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാണ്ട് ഡിക്റ്റേറ്റർഷിപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞില്ല. പക്ഷെ ശൈത്യ ഇതിനകത്തുണ്ട്. ശൈത്യക്ക് ഏറ്റവും കൂടുതൽ വോട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദില,
രണ്ട് വ്യക്തികൾ മാത്രമാണ്, പക്ഷേ ഒറ്റ കണ്ടസ്റ്റൻ്റാണ്. നിങ്ങൾ സേഫ് ഗെയിം കളിച്ചാണ് നിൽക്കുന്നത്. സ്വന്തമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിലെ റെനയുടെ കേസ് പറയുന്നുണ്ട്. ഞാൻ റെനയുടെ കേസിൽ റെന മുടി വീണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് നേരിട്ടു. ഞാൻ പുള്ളിക്കാരിയെടുത്ത് പരദൂഷണം പറഞ്ഞ് നടക്കില്ല, ഞാൻ ഗ്രൂപ്പ് ഗെയിം കളിക്കലില്ല, ഞാൻ എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കും. അത് കഴിഞ്ഞ് നൂറയാണ് വരുന്നത്. ആദിലയാണ് ചോദ്യം ചോദിക്കുന്നത്. നൂറെടുത്ത് താങ്കൾ വെറും ആദിലയുടെ നിഴലല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഗ്രൂപ്പിസം കളിക്കില്ല, പാട്ടുപാടി നടക്കില്ല, പരദൂഷണം പറയില്ല, കച്ചറ കാട്ടില്ല, ഫേവറിസം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് എന്ത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അനിമോളാണ് വരുന്നത്. അനിമോളുടെ കാര്യത്തിൽ പറയുന്നത്, അനിമോളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഇതിനകത്ത് കയറി ഇടപെട്ട് കുളവാക്കി കളഞ്ഞു സത്യം പറഞ്ഞാൽ. പക്ഷെ അനിമോളുണ്ട്, ആറിലും ഉണ്ട്. അതുകൊണ്ട് പിന്നെ അനിമോൾ കൂടുതൽ കംപ്ലൈൻ്റ് ഒന്നും പറയണ്ട. പക്ഷെ അനിമോള് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങൾ തിരിച്ചു കൊടുത്തതും എല്ലാം കൂടെ അങ്ങ് കയറി അലമ്പാക്കി കുളമാക്കി. അതിന് സമയം കൊടുത്തില്ല, ഒരു സ്പേസും കൊടുത്തില്ല. സോ ഇവിടെ ഒരു ഡിബേറ്റ് വന്നപ്പോൾ പൊളിഞ്ഞുപോയി അനിമോള്. നിവീൻ്റെ ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിവീൻ്റെ പുറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കി അനിമോള്. ആര്യൻ്റെ കൂടെ നടന്ന് ലവ് ട്രാക്ക് കളിക്കുന്ന അനിമോളുടെ ഗെയിമൊക്കെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ വീട്ടുകാർ. കാര്യം കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നു നിവീൻ്റെ പുറകെ നടക്കുന്നത്. എന്തിനാന്ന് എനിക്കറിയില്ല, വെറുതെ വഴക്കിടുന്ന പോലെ. അപ്പം ആര്യൻ്റെ കാര്യം നിവീൻ്റെ ഫാൻസ് സോണിൽ ഫസ്റ്റ് കിട്ടി, മനസ്സിലായില്ലേ? അനിമോള് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ആര്യൻ്റെ കൂടെ ലവ് ട്രാക്ക് സ്വന്തമായി കളിക്കുന്നു, സ്വന്തമായി നിലപാടില്ലാത്തത്, ക്യാമറ നോക്കി ഗോഷ്ടി കാണിക്കുന്നതാണോ നിങ്ങളുടെ ഗെയിം? അപ്പം സ്വച്ഛാധിപതി ആയപ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും സ്വച്ഛാധിപതിയായപ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങളെല്ലാവരും റൂൾ ബ്രേക്ക് ചെയ്തതാണ്. ഞാൻ റൂൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം ചപ്പാത്തി കളി ജിസേൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ടേ. ജിസേൽ അവിടെ പുള്ളിക്കാരി സംസാരിക്കുന്ന ആളെ ഇൻട്രപ്റ്റ് ചെയ്യാനും അവരെ ഇമോഷണലി വീക്ക് ആക്കാനുമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം മാറിയിരുന്ന് ഗാൻ കളിക്കുക, ആരുടെ പുറത്ത് കയറാനൊന്നും നോക്കി നടക്കുക. ഞാൻ ചപ്പാത്തി ഒന്നും കട്ടിട്ടില്ല, തെളിയിച്ചിട്ടുമില്ല. 23 വയസ്സായ ഞാൻ എങ്ങനെ 30 വയസ്സായ ഒരാളെ ഞാൻ പ്രേമിക്കും എന്നൊക്കെ ലവ് ട്രാക്ക് കളിക്കും. അപ്പോൾ ആരും വന്ന് കെട്ടിപ്പിടിക്കുന്നു. അച്ഛനെ അമ്മാരെന്നെ പഠിപ്പിച്ചത് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണമെന്നാണ്. സോ പുള്ളിക്കാരി ആ ചോദ്യങ്ങൾക്കെല്ലാം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെയാണ്. പിന്നെ എല്ലാവരും കൂടെ കയറി അങ്ങ് ഇതായി ഓക്കെയാണ്. അനിമോളുടെ തീരെ മോശമൊന്നുമല്ല. ഓക്കെ. അത് കഴിഞ്ഞ് അനീഷ് ഇവിടെ കിച്ചൺ ടീമിനെതിരെ കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കയറി കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാട്ട് പാടി പുറകെ നടക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനിമോൾ. അത് കഴിഞ്ഞ് ഷാനവാസ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, സൗണ്ട് ഇല്ല. ആ ചോദ്യം തന്നെ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് പല ചോദ്യങ്ങളും നിങ്ങൾക്ക് അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ സൗണ്ട് ഇല്ല എന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ കുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു, നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പം സൗണ്ട് പോയതാണ് ഷാനവാസ്. ഞാൻ ചെറിയ കുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സോ എല്ലാം ഡിനൈ ചെയ്യുകയാണ്. ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ഇവിടെ ഉണ്ടായി, അതിനെക്കാട്ടി നല്ല ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞത്. പക്ഷെ വലിയ ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബിന്നി വന്നു, ബിന്നിക്ക് ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിരുന്നു. ബിന്നി സേഫ് ഗെയിമറാണ്, ഹൈജീൻ മാത്രമാണ് പറയുന്നത്, സ്കൂട്ടർ അതായത് ഗിയർ ഇല്ലാത്തൊരു സ്കൂട്ടർ പോലെയാണ് ബിന്നി, ഇനാക്റ്റീവാണ്, ഹെൽത്ത് ഇഷ്യൂസ് ആണ്, കണ്ടന്റ് ഒന്നുമില്ല. എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പം ഞാൻ നന്നായിട്ട് ഗെയിം കളിച്ചു, പണിപ്പുരയിൽ പോയി എല്ലാത്തിനെയും എന്നെ എഫോർട്ട് ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട്. ഓക്കെ ആയിരുന്നു. ഇതിനകത്ത് അത് കഴിഞ്ഞ് വോട്ടിടാൻ വേണ്ടി പറയുന്നുണ്ട്. 6 പേരെ വോട്ടിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ഭൂരിപക്ഷം. ഇതിനകത്ത് ഉഗ്രൻ ഗെയിം കളിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കളിച്ചിട്ടുണ്ട്. അനുവിന് 7 വോട്ടായിരുന്നു കിട്ടിയത്. ശൈത്യയ്ക്ക് 6 വോട്ട് വന്നപ്പോൾ അവസാനം ജിസേൽ എണീറ്റ് നിന്നു, അപ്പോൾ 7 മനസ്സിലായ? അനുവിനെക്കാട്ടിയും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ജിസേൽ എണീറ്റ് നിന്നു. ഇവിടെ ഗെയിം നടക്കുന്നുണ്ട്. ബിന്നിക്ക് 1 വോട്ടേ കിട്ടിയുള്ളൂ കേട്ടോ. ഒരുപാട് ഡിഫെൻഡ് ചെയ്തിട്ട് 1 വോട്ടിനെക്കാട്ടിയും കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ ബിന്നിക്കുണ്ട്. ഈവൻ ഷാനവാസിനെക്കാട്ടി ബിന്നി പെർഫോം ചെയ്തിട്ടുണ്ട്. ആദിലേക്ക് 5 വോട്ടാണ് കിട്ടിയത്. ഓക്കെ. റെനയ്ക്ക് 5 വോട്ടാണ് കിട്ടിയത്. റെനയ്ക്ക് കുഴപ്പമില്ല. റെന 6 വോട്ടൊക്കെ കിട്ടായിരുന്നു. അക്ബറിനും 6 വോട്ടാണ് കിട്ടിയത്. ഓക്കെ. നിവീന് 10 വോട്ട്, ജസ്റ്റിഫൈഡ് ആണ്. നിവീൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. നൂറയ്ക്ക് 2 വോട്ട്. ഓക്കെ, നൂറ അത്രേ പെർഫോം ചെയ്തിട്ടുള്ളൂ. ജിസേലിന് 10 വോട്ട്. ഓക്കെ 10 വോട്ട് കിട്ടാം. ഷാനവാസിന് 4. ഓക്കെ. ആര്യന് 4. ഓക്കെ. കാര്യം ഒറ്റ സെൻറ്റൻസാണ് പറഞ്ഞത്. അഭിക്ക് 15 വോട്ട്. 15 വോട്ട് കിട്ടാൻ അഭി എന്താ പറഞ്ഞത്? ഇത്രയ്ക്ക് പറഞ്ഞോ? എനിക്കറിയില്ല. എനിക്ക് വലിയ ഒരു 15 വോട്ട് കിട്ടേണ്ട അത്ര സംസാരിച്ചിട്ടില്ല. അതിനെക്കാട്ടിയും ഒനിയിൽ സംസാരിച്ചിട്ടുണ്ട്, ജിസേൽ സംസാരിച്ചിട്ടുണ്ട്, നിവീൻ ഒരു ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിന്. ഓക്കെ, എന്നാൽ അഭി ഓക്കെ. അനീഷിന് 4 വോട്ട്. അതിനെക്കാട്ടിയും കൂടുതൽ കിട്ടാം പുള്ളിക്കാരന്. എന്തായിരുന്നാലും അൺഫെയർ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചും കൂടെ കിട്ടാം. 4 വോട്ടൊക്കെ വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അത് കിട്ടിയപ്പോൾ ഒനിയിലിന് 12 വോട്ട് കിട്ടി. അതും ഓക്കെ. പുള്ളിക്കാരൻ അത് ഡിക്റ്റേറ്റർഷിപ്പ് എന്താണെന്ന് അതിനകത്ത് കാണിച്ചു. ഓക്കെ. ഇന്ന് 6 പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഭി, ഒനിയിൽ, ജിസേൽ, നിവീൻ, പിന്നെ അനുമോളും രേണുവും തമ്മിൽ. രേണുവിനും കിട്ടി കേട്ടോ കുറേ വോട്ട്. രേണുവിന് 7 വോട്ട്. രേണു സംസാരിച്ചു എന്ന് പറഞ്ഞ് 7 വോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രേണുവിന് 7 വോട്ട് കിട്ടി. 7 വോട്ട് പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി വളരെ ഇതായിരുന്നു,
എനിക്ക് ഫീൽ ചെയ്തത് വളരെ സിൻസിയർ ആയിരുന്നു. കാര്യം ഞാൻ ഗെയിം അല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി കരഞ്ഞ തന്നെയാണെന്ന് പറയുന്നു. സിൻസിയറായി. പക്ഷെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ രീതിയിൽ രേണു ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായി? 7 വോട്ട് കിട്ടേണ്ട ആവശ്യമില്ല. അതിനെക്കാട്ടി അനീഷിന് 4 വോട്ട് കിട്ടിയത് കുറഞ്ഞു പോയി. രേണുവിനെ വെച്ച് നോക്കുമ്പോൾ അനീഷിന് വളരെ കുറവാണ് കിട്ടിയത്. അനീഷിന് ഒരു 9 കിട്ടും അങ്ങനെയാണെങ്കിൽ. സോ അനുമോളും ശൈത്യയാണ് പിന്നെ വന്നത്. അങ്ങനെ 6 പേര്. അപ്പോൾ ഇതിനകത്തുനിന്ന് 4 പേര്, ഇതിനകത്തുനിന്ന് 4 പേരായിട്ട് ചുരുങ്ങും. അതായത് ഇവരെ 3 പേരായിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ ഈ ഗ്രൂപ്പിനെ തന്നെ 3 ടീം എ ടീം ബി ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇതിനകത്ത് ഒരാളെ നമ്മൾ കത്തിച്ച് കളയണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ശൈത്യയും അഭിയും കൂടെ ചേർന്ന് അനുമോളെ കത്തിച്ച് കളയും. ജിസേലും ഒനിയിലും നിവീനും ഉണ്ടാവും. അതൊന്നും ഒരാൾ പോവും. അങ്ങനെ 4 പേരാവും. ഇനി അത് കഴിഞ്ഞ് ഒരു ടാസ്കും കൂടെ ഉണ്ടാവും. അങ്ങനെ അതിന് 2 പേരെ കിട്ടും. ഒട്ടും കണ്ടന്റ് കൊടുക്കാത്ത ആൾക്കാർ വല്ലതും ആണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഏതെങ്കിലും നല്ല ഒരു കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികളല്ലെങ്കിൽ ഈ ടാസ്ക് കുളം തോണ്ടും എന്ന് വേണം പറയാം. ഒന്നും ഉണ്ടാവില്ല. ഒന്നാതേ ബോറ് ഭയങ്കരമായിട്ട് കുളമായിരിക്കും. നോക്കിക്കോ, ഇതിനകത്ത് കണ്ടന്റ് കൊടുക്കാൻ കഴിയുന്ന ആളാണ് സ്വച്ഛാധിപതി ആവേണ്ടത്. ധൈര്യമുള്ള ആൾ, അല്ലെങ്കിൽ പോക്കാണ്. ഇപ്പോൾ ഇതിനകത്ത് ഓക്കെ അഭി ഓക്കെ എങ്ങനെ എനിക്കറിയില്ല അഭി കണ്ടന്റ് കൊടുക്കും എന്നുള്ളത്. ഒനീലിൻ്റെ കാര്യം എനിക്ക് ഒരു പിടിയുമില്ല. ജിസേൽ കൊടുക്കുമെന്ന് തോന്നുന്നു, നിവീനും കൊടുക്കും. ഇവർ രണ്ടുപേരും കളിക്കും. അനുമോളും കളിക്കും. പക്ഷെ ഇമോഷണലി പോവുമോ എന്ന് എനിക്കൊരു പിടിയില്ല. കാര്യം പുള്ളിക്കാരിക്ക് ഒരു ഡൗട്ട് വരും, എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുവോ, ക്രൂരയായാൽ എന്നെ ക്രൂരയാവണോ, ഇതാണ് സംഭവം, ഇത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഇങ്ങനെ നിൽക്കും അനുമോളുടെ കാര്യത്തിൽ. പക്ഷെ അനുമോൾ ഔട്ടാവും കേട്ടാ. അനുമോള് ശൈത്യയുടെ കാര്യത്തിൽ എനിക്കൊരു പിടിയില്ല. ഇപ്പം എനിക്ക് ആകെ ഒരു ഹോപ്പ് ഉള്ളത് ജിസേലിനും നിവീനുമാണ്. ഇവർ രണ്ടുപേരും ഓക്കെയാണ്. നമ്മുടെ സ്വച്ഛാധിപതിയിൽ ഇവർ രണ്ടുപേരും ഓക്കെയാണ്. ഇവർ കളിക്കും. ഇത് ഇമേജ് നോക്കാതെ ഇവർ കളിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ബാക്കിയുള്ള. പിന്നെ ഇതിനകത്ത് വീട്ടിനകത്ത് കുറേ വഴക്കുകളൊക്കെ, ആവശ്യമില്ലാത്ത കുറേ വഴക്കുകൾ. ആദ്യം തന്നെ ആര്യൻ അവിടെ അനീഷ് ഭയങ്കര ബഹളം ഉണ്ടാക്കി യോഗേട്ട് കിട്ടിയതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആര്യൻ എടുത്തിട്ട് യോഗട്ടും ആപ്പിളും കൂടെ എടുത്ത് സ്വന്തം ആപ്പിളും കൂടെ കട്ട് ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ അനീഷ് അവിടെ ബഹളം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭാഗം ഷാനവാസ് കഴിക്കാൻ വരുന്നു. അപ്പോൾ അക്ബർ ഷാനവാസിനെ, ഞങ്ങൾക്ക് നാണമില്ലല്ലോ ഇത്ര ആദർശമൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കഴിക്കാം, എല്ലാവർക്കും ഉള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവസാനം യോഗട്ട് തീർന്നപ്പോൾ തൈരിൽ പഞ്ചസാര ഇട്ട് യോഗട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ വഴക്ക് നടന്നു. അങ്ങനെ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടായി. അനീഷൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് അക്ബറും ഷാനവാസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ ഇടയിലാണ് ഈ ടാസ്കുകളൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.